എല്ലാവർക്കും പ്രഭാത ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് എന്ത് മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം. ആദ്യം ഇവിടെ നമുക്ക് 10 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഘട്ടം ഇവിടെ കംപ്ലീറ്റ് ആയതായിട്ടാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ ഇത്ര നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു പെയിനും മെൻ്റൽ പ്രഷറും ഒക്കെ മാറാൻ പോവുകയാണ്. നിങ്ങൾ വീണ്ടും തിരിച്ച് സ്റ്റേബിൾ ആവാൻ പോവുകയാണ്. അത്തരത്തിലൊരു ഫീലിംഗ് ആണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര നാൾ അനുഭവിച്ച കഷ്ടകാലത്തിനുള്ള ഒരു എൻഡിങ് ആണെന്ന് തന്നെ പറയാം. ഇനി ഇതിനേക്കാൾ വലുത് നിങ്ങളിലേക്ക് ഒന്നും വരാനില്ല. അത്തരത്തിലാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതെല്ലാം മാറാൻ പോവുകയാണെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ളൊരു എനർജിയാണ് കേട്ടോ. പിന്നീട് നമുക്ക് നൈറ്റ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ എന്താണോ സത്യം അത് പുറത്തേക്ക് വരാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യമായിക്കോട്ടെ അതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ളൊരു അവസരം, ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിയുകയും നിങ്ങൾക്ക് സത്യം എന്താണെങ്കിലും അത് തുറന്ന് പറയാനുള്ള ഒരു അവസരമൊക്കെ ലഭിക്കാനുള്ള ചാൻസാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ബോൾഡായി നിന്ന് കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെ ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ നിങ്ങളുടെ ലൈഫ് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകും. ഒരു ഡിലേയും നമുക്കിവിടെ കാണാനില്ല കേട്ടോ. പിന്നീട് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഔട്ട്കം എന്താണെന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ലോങ് ടേം ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയും ഹാപ്പിനെസ്സും ഒക്കെ ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുപോലെ ഇമോഷണലി ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു സെക്യൂരിറ്റിയും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇപ്പോൾ ഉള്ള ഒരു ഷോർട്ട് ടേമിൽ ആ പെയിൻ നിങ്ങൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ലോങ് ടേമിലേക്കുള്ള സമാധാനം ലഭിക്കും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് കുറച്ച് പേർക്കെങ്കിലും റെസനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.